നമസ്കാരം. മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ തിരച്ചിലിനിടയിൽ 4 പേരെ ജീവനോടെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. പടവെട്ടിക്കുന്നിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയെന്നാണ് കരസേനാ അംഗങ്ങൾ ഇപ്പോൾ പറയുന്നത്. 2 പുരുഷന്മാരെയും 2 സ്ത്രീകളെയുമാണ് ഇപ്പോൾ ഇവർ കരസേനാ അംഗങ്ങൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. രക്ഷപ്പെടുത്തിയ ആളുകളുടെ പേരും ഇപ്പോൾ കരസേനാ അംഗങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ജോണി, ജോമോൾ, എബ്രഹാം, ക്രിസ്റ്റി എന്നിവരാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ടെന്നും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം 4 ദിവസമായി ഇപ്പോൾ തിരച്ചിലായിരുന്നു. ഈ 4 ദിവസമായി ഒരു വീട്ടിൽ തന്നെ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെയാണിപ്പോൾ സൈന്യം പുറത്തെത്തിച്ചിരിക്കുന്നത്. അപകടത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണിവർ. ഇവർ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നതെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. ദുരന്തം ബാധിച്ച സ്ഥലത്ത് നിന്ന് അല്പം മാറിയുള്ള സ്ഥലത്താണ് ഇവർ അകപ്പെട്ടത്. 72 മണിക്കൂറായി പുറം ലോകവുമായി ഒരു ബന്ധവും ഇവർക്കുണ്ടായിരുന്നില്ല. അതേസമയം 4 പേരും മണ്ണിനടിയിലായിരുന്നില്ല എന്നും വീടിനുള്ളിൽ നിന്നാണ് കണ്ടെത്തിയതെന്നുമെന്നാണ് ഇപ്പോൾ മേജർ ജനറൽ VT മാത്യു പറയുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു ഈ ഒരു 4 പേരും. ഉരുൾപൊട്ടലിൻ്റെ എതിർവശത്തായിരുന്നു ഇവരുടെ വീട്. ഒരാൾക്ക് കാലിന് പരിക്കേറ്റതിനാലാണ് വീടിനുള്ളിൽ കഴിഞ്ഞതെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. വളർത്തുമൃഗങ്ങൾ ഉള്ളതിനാൽ ഇവർ വീട്ടിൽ നിന്നും മാറിയില്ല. അയൽക്കാരാണ് വിവരം കൺട്രോൾ റൂമിൽ അറിയിച്ചത്. ജീപ്പ് മാർഗം ഇവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ നിന്നുള്ള കൂടുതൽ തിരച്ചിലിൻ്റെ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്